കുട്ടിയമ്മയില്ലേ? അമ്മ രാവിലത്തെ ബസ്സിൽ വിളയൂർക്ക് പോയി. മുത്തശ്ശിയുടെ താഴെയുള്ള അനുജത്തി മരിച്ചുവെന്ന് രാത്രി ആള് വന്നു. നീ എന്താ ഇപ്പൊ അങ്ങോട്ടും തീരെ വരാറില്ലല്ലോ? സഹായത്തിന് അവിടെ എല്ലാരും ഉണ്ടല്ലോ. നീ ദിവസവും 1-2 മണിക്കൂർ വാ. ഉച്ചയ്ക്ക് ശേഷം മതി. നിനക്ക് ഇഷ്ടമുള്ളൊരു ജോലിയുണ്ട്. ഞാൻ പറഞ്ഞു തരുന്ന എഴുതിയെടുക്കാനാ. ഞാൻ പരീക്ഷിച്ചു നോക്കി. കുറച്ച് അധികം എഴുതുമ്പോ കഴുത്തിന് വേദന, കൈക്കൊരു പറയല്. ഏട്ടത്തിന് എഴുതില്ലേ? എന്നെ കാര്യല്ലേ? നാണുമാന്റെ മകള് വെറും 10ാം ക്ലാസ് അല്ലേ എന്ന് ഞാൻ പറഞ്ഞു. എപ്പോഴെങ്കിലും 4 ആള് കൂടുന്നിടത്ത് കൊണ്ടുപോകാൻ പറ്റിയ ആളെല്ലാം തോന്നിയിട്ടുണ്ടാവും. അന്ന് നാട്ടുകാരെല്ലാരും പറഞ്ഞത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, വിചാരിച്ചിട്ടുമില്ല. ഒരു ഘട്ടത്തിൽ അങ്ങനെ ഇതിന് സംഭവിച്ചു. ജയിച്ച് സമാസമാക്കാന്ന് വെച്ച് 2ാം കളത്തിന് കരി നിർത്താൻ പറ്റില്ലല്ലോ ജീവിതത്തിൽ. ദുർഗെ, ഞാൻ പറയട്ടെ. വിടൂ, കൈ വിടൂ. പണ്ട് അപഖ്യാതി കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. വീണ്ടും പുന്നാരം തുടങ്ങിയെന്ന് പറയിപ്പിക്കാൻ ഇടവരുത്തണ്ട. ഞാനുണ്ട് കൂടെ, എപ്പോഴും ഞാൻ അടുത്തുണ്ട്. വേദന സഹിക്കാതെ കരഞ്ഞപ്പോഴൊക്കെ എന്നെ സമാധാനിപ്പിച്ച നീയാണോ ഈ പറയുന്നത്? അത് എപ്പോഴാ കണ്ണടയാന്ന് വിചാരിച്ച് കിടക്കുമ്പോഴല്ലേ അപ്പൊ പറയാൻ അവകാശമുണ്ടെന്ന് തോന്നി. ജീവിച്ചിരിക്കുന്ന അവകാശക്കാരി വേറെ ഉണ്ടല്ലോ. രഹസ്യക്കാരിയാവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് കൂട്ടിക്കോളൂ. അവളോട് നോക്കാൻ പറ. ആ രാജേന്ദ്രനാവും. അവൾ കുളിമുറിയിലാണെന്നാ തോന്നുന്നത്. എടുത്തോളൂ. ശല്യം. ഹലോ, ആര്? ആര്? കൃഷ്ണകുട്ടിയോ? എന്താ കൃഷ്ണകുട്ടി? കാർത്തിക്കും കുട്ടികൾക്കും? ഹലോ, ഒന്ന് കേൾക്കണില്ലല്ലോ. ആ, നീ ഒന്ന് വെച്ച് നോക്ക്. ഞാനാ. എന്താ കൃഷ്ണൻകുട്ടി? എന്ത് കത്ത് കിട്ടിയില്ലേ? ആ, 10ാമത്തെ കാര്യോ? അതെ, ഹരിജി ഇപ്പോഴും അയക്കണ്ട. ഹരിജി അയക്കണ്ടാന്ന്. അതിലേ രവി ഇപ്പൊന്നും മരിക്കും തോന്നുന്നില്ല. ബാക്കി കാര്യങ്ങൾ കത്തിൽ എഴുതാം. പണ്ടാരോ പറഞ്ഞത് തെറ്റ്. മനുഷ്യൻ തനിച്ചല്ല മരിക്കുന്നത്, ജീവിച്ചിരിക്കുമ്പോഴാണ് അവൻ തനിയെ. കഷായത്തിന്റെ പൊടി ഒരാഴ്ചക്കും കൂടിയേ ഉണ്ടാവൂ. അവരയക്കും. രാജേന്ദ്രനെ കണ്ടതേ ഇല്ലല്ലോ, അത്രയ്ക്ക് ബിസിയാണ്. എന്തോ വയസ്സാരെങ്കിലും ഒക്കെ വരുന്നുണ്ടാവും. എനിക്ക് ഒരു മേജർ വർക്ക് ചെയ്യണമെന്നുണ്ട്. ഇടയ്ക്ക് വല്ല കോളം എഴുതാം. 8 മണിക്കൂർ ഡെസ്കിലിരിക്കുന്ന പണി വയ്യ. ഞാൻ ചീഫിന് എഴുതിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്യുന്നവരെ ഇവിടെ 1-2 കൊല്ലം. ഹോസ്റ്റലിൽ ഒരുവിധം സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓ മൈ ഗോഡ്, ഞാൻ മറ്റൊരു അറേഞ്ച്മെന്റിനെ പറ്റി പറഞ്ഞത് മനസ്സാകെ സമനില തെറ്റിയ സമയത്ത് ഞാൻ എന്തൊക്കെയോ വിഡിത്തങ്ങൾ. Forget it. Just forget it. ഹോസ്റ്റലിൽ താമസം, വീക്കെൻഡിലെ വരവും പോക്കും ബുദ്ധിമുട്ടല്ലേ? നമുക്ക് സുഖമായി കഴിയാനുള്ള വക നമുക്ക് ഈ തോട്ടത്തിൽ നിന്ന് കിട്ടും. ഡോക്ടർ ഉണ്ണി പറഞ്ഞതുപോലെ നല്ല ഒന്നാന്തരം ശ്വസിക്കുന്ന മണ്ണ്. നമുക്കിതൊരു വലിയ ഫാമാക്കി ഡെവലപ്പ് ചെയ്തെടുക്കാം. എന്താ?
നല്ലതാണ്. പക്ഷേ ഞാൻ ജോലി വിടുന്നില്ല. എങ്കിൽ ശരി, നിർബന്ധിക്കുന്നില്ല. എനിക്ക് എന്റെ ജീവിതക്രമം ആകെ ഒന്ന് മാറ്റിയെടുക്കണമെന്നുണ്ട്. അതിന് പറ്റിയ സ്ഥലം ഇത് തന്നെ. നിനക്കെന്താ പ്രശ്നം? എന്താ പ്രോബ്ലം? അറിയില്ലേ, പുതിയൊരു ജീവിതക്രമം എനിക്കും കൽപ്പിച്ചത് ദാ ഇവിടെ വെച്ച് തന്നെയായിരുന്നു. അത് ചിട്ടപ്പെടുത്താൻ ഞാനും ഓടി നടക്കുകയായിരുന്നു. ഞാൻ മാത്രമല്ല. മരണം മുന്നിലെത്തിയെന്ന് തോന്നിയപ്പോ പലതും ആലോചിച്ചു പോയി. ആ കൺഫ്യൂഷനിൽ പെട്ടതായിരുന്നു ഞാൻ പറഞ്ഞതൊക്കെ എന്ന് വെച്ചോളൂ. പറഞ്ഞത് അത് മാത്രമല്ല, ജീവിതത്തിന്റെ വലിയൊരു കണക്കെടുപ്പ് നടത്തി മറന്നു കിടന്നതൊക്കെ വലിച്ചു പുറത്തിടുകയും ചെയ്തു. ഞാൻ റിപ്പീറ്റ് ചെയ്യണോ? ഐ ക്യാൻ റിപ്പീറ്റ് വാട്ട് യു സെഡ് വേർഡ് ബൈ വേർഡ്. ഞാൻ പറഞ്ഞത് You are അതല്ല. a miserable hypocrite. You shut up. Don't try my... This is the limit. I tell you don't. തർക്കവും തകരാറും കൂടി വരികയാണല്ലോ. സ്ഥലം വിൽക്കണ കാര്യമാവും. അതുകൊണ്ടാ ഇംഗ്ലീഷിലാക്കണത്. കേട്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ലല്ലോ. അതല്ല, അവൾക്ക് ഇവിടെ ഒന്ന് ശുശ്രൂഷിക്കാനൊന്നും പറ്റില്ല. കോളേജിൽ പോണം. കാര്യം അതാവും. എനിക്കറിയാം. പപ്പായുടെ സ്വത്തിൽ അവകാശം ഇല്ലെന്ന് വന്നപ്പോഴേ കണക്കൂട്ടൽ തെറ്റി. നീ തന്നെ അത് പറയണം. പണപ്പെട്ടി വണങ്ങി തല ഉനിക്കാൻ വയ്യാത്തതുകൊണ്ട് ജോലികൾ വലിച്ചെറിഞ്ഞ് ഞാൻ തന്നെ അത് കേൾക്കണം. പങ്കിട്ട് കഴിഞ്ഞാൽ നിത്യച്ചെലവിനെ കഷ്ടിരിക്കുന്ന പാരലൽ കോളേജ് എന്റെ മഹാസാമ്രാജ്യമായിരുന്നു. നീ കണ്ടതല്ലേ? ഐ വാസ് ഫ്രീ ദയർ ആൻഡ് ഐ വാസ് ഹാപ്പി. സ്വാതന്ത്ര്യം, ഒരുപാട് സുഹൃത്തുക്കൾ, ചെറുപ്പക്കാരുടെ മുഴുവൻ ആരാധന. ആ കൂട്ടത്തിൽ തിക്കിത്തിരക്കി മുന്നിൽ കയറി വന്ന ആളെ ഓർമ്മയുണ്ടല്ലോ? എല്ലാം വേണ്ടെന്ന് വെച്ച് ഞാൻ വിശ്വസിക്കാത്ത 100 കാര്യങ്ങൾ എഴുതി നിറയ്ക്കാൻ സമ്മതിച്ച് പത്രമാഫീസിലെ പണിയേറ്റത് എന്തിനാണ്? ആലോചിച്ചിട്ടുണ്ടോ? എന്നെ വിശ്വസിച്ചിറങ്ങിപ്പോന്നവൾക്ക് ഒരു വീടുണ്ടാവണം. ആർഭാടമില്ലെങ്കിലും അത്യാവശ്യങ്ങൾക്ക് മുട്ടുവരാത്ത ഒരു ചെറിയ വീട്. അതിനുവേണ്ടി തല കുനിച്ച് കുനിച്ച് നട്ടല്ല തന്നെ വളഞ്ഞു. പഴയ സഹപ്രവർത്തകർ മുഴുവൻ പുച്ഛിച്ചു. ബുദ്ധിജീവിയുടെ പരിവേഷത്തെക്കാൾ പ്രധാനമാണ് കെട്ടിയ പെണ്ണിന്റെ സംരക്ഷണമെന്ന് അവരോടൊക്കെ പറയാൻ എനിക്കൊരു മടിയുണ്ടായില്ല. നീ കേട്ടതല്ലേ? ഇപ്പൊ നിനക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പോയിപ്പോയ രോഗം വേഗം തിരിച്ചു വരണേന്ന് ഉള്ളൊരുകി ഒന്ന് പ്രാർത്ഥിക്കാം. എന്നെപ്പറ്റി അതാണോ ധരിച്ചത്? രക്ഷപ്പെടണമെന്ന് പ്രാർത്ഥിക്കാത്ത ഒറ്റ ദിവസമില്ല. ആരോഗ്യത്തോടെ ഇരിക്കാൻ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഇനിയും പ്രാർത്ഥിക്കും. ഐ ഗോ ആൻഡ് പ്രേ. പക്ഷേ അതൊക്കെ മതി. കൂടെ കഴിയാൻ മാത്രം എന്നെ നിർബന്ധിക്കരുത്. യു നെയിം ഇറ്റ് തിങ്ക്. വലിയ വലിയ കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്. ജീവിതമെന്ന വലിയ നുണ, മരണമെന്ന വലിയ സത്യം. ഞാനും കുറെ ആലോചിച്ചു. താങ്ക്സ് ടു യു. പ്രേമം ഒരു അഡ്വഞ്ചർ മാത്രമായിരുന്നു എന്ന് പിന്നെ മനസ്സിലായി. മലകയറ്റം പോലെ ഒരു അഡ്വഞ്ചർ. മുകളിൽ എത്തുന്നത് വരെയാണ് ത്രിൽ. കയറിക്കഴിഞ്ഞ് പേരൊരു പാറയിലോ മറ്റോ വരച്ചിട്ടാൽ അത് തീർന്നു. അത്യധ്വാനം എന്തിനായിരുന്നു എന്ന് കയറിയവരൊക്കെ വിചാരിച്ചു പോവും. അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം പൊരുത്തപ്പെട്ടപ്പോൾ മാരേജ് ആകെ പരാജയമായിരുന്നുവെന്ന് ഉറപ്പിച്ച് ഡിക്ലെയർ ചെയ്തത് ആരാണ്? ഞാനല്ലല്ലോ. തെറ്റ് തിരുത്താൻ വഴി കണ്ടത് ആരാണ്? മറ്റൊരുത്തിന്റെ കയ്യിൽ എന്നെ നിർബന്ധിച്ച് ഏൽപ്പിച്ച് കൈ കഴുകി ആശ്വസിച്ചത് ആരാണ്? അന്നത്തെ ചുറ്റുപാട് അത് മറക്കുന്നു. അന്ന് ആലോചിച്ച് ശരി, പറഞ്ഞതും ചെയ്തതും ഒക്കെ ശരി, 100 വട്ടം ശരി. പക്ഷേ ഇപ്പൊ സിറ്റുവേഷൻ മാറിയില്ലേ? അതുകൊണ്ട് വിശേഷിച്ച് അപകടമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെന്താ? ഞാൻ രാജേന്ദ്രന്റെ കൂടെ കിടന്നു എന്നാണ് ചോദ്യമെങ്കിൽ ഇല്ല. ഹൈ സൊസൈറ്റിയുടെ ഒരു ലേബൽ പണ്ട് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഭർത്താവ് മരിക്കാൻ കിടക്കുമ്പോൾ സുഖം തേടി ആളിന്റെ കിടക്കിൽ ചാടി വീഴുന്നത്ര ഡീഗ്രഡേഷൻ ഞാൻ വളർന്ന ഹൈ സൊസൈറ്റിക്കും ഇല്ല. മനസ്സിലാക്കിക്കോളൂ. ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത്. ഞാൻ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? ഒന്നും വേണ്ട.
രണ്ടുപേർക്കും ഒരു ബെനിഫിറ്റും കിട്ടാത്തതായിരുന്നല്ലോ ഈ വിവാഹം. നമ്മൾ രണ്ടാളും ഒരു ഘട്ടത്തിൽ അത് സമ്മതിച്ചതാണ്. എനിക്കിനി വേണ്ടത് പിരിയാൻ, നല്ല ഫ്രണ്ട്സായി പിരിയാൻ ഒരു അവസരം. എനിക്ക് രാജേന്ദ്രന്റെ സെൻട്രൽ എ സി ബംഗ്ലാവും വേണ്ട, എന്റെ ഹോസ്റ്റൽ മുറി ധാരാളം. ഞാനും തെറ്റി പറയും. മനസ്സിലാവുന്നു, തെറ്റുകൾ മനസ്സിലാവുന്നു. ഏറ്റവും വലിയ തെറ്റ് മരിക്കാതെ ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത് തന്നെ.